ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടിൻ ഫെയറീസ് ആൻഡ് മോം. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ മക്കൾക്ക് ലഞ്ചായിട്ടും സ്നാക്സ് ആയിട്ടും എന്തൊക്കെയാണ് സ്കൂളിൽ കൊടുത്തു വിടുന്നതെന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ഞാൻ അതിനായിട്ട് അവർക്ക് ആദ്യം ചൂടുവെള്ളമാണ് ഞാൻ ചൂടാക്കിയ വെള്ളം ഞാൻ കുപ്പിയിനകത്ത് രണ്ടുപേർക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്നാക്സ് ആയിട്ട് കൊടുത്തു വിടാം. അപ്പം സ്നാക്സ് ആയിട്ട് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കൊടുത്തയക്കരുത്, നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഫുഡ് വേണം പ്രൊവൈഡ് ചെയ്യാനെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ അവർക്ക് രാവിലെ രണ്ടുപേർക്കും 2 കുക്കീസാണ് ഞാൻ ആദ്യം വെച്ചു കൊടുക്കുന്നത്. നല്ല കോക്കനട്ടിൻ്റെ ക്രഞ്ചി കുക്കീസും പിന്നെ എലൈറ്റിൻ്റെ ബനാന പുഡിങ്ങിൻ്റെ കേക്കുമാണ് 2 സ്ലൈസ് വീതമാണ് വെച്ച് കൊടുക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും മര്യാദയ്ക്കൊന്നും കഴിച്ചിട്ടൊന്നും ആയിരിക്കില്ല മക്കൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഹെൽത്തി ഫുഡാണെന്ന് വെച്ചാൽ ഹെൽത്തി ഒന്നുമല്ല, പക്ഷെ ഒന്നും കഴിക്കാതിരിക്കുന്നതിനെക്കാട്ടിയും നല്ലത് എന്തെങ്കിലും ഫുഡ് കഴിക്കുന്നതല്ലേ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മക്കൾക്ക് ഇത് കൊടുക്കുന്നത്. അപ്പം ഞാനിത് അവർ എണീക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ സ്നാക്സ് ബോക്സ് ഒക്കെ റെഡിയാക്കി ഞാൻ അവരുടെ ബാഗിൽ വെച്ച് കൊടുക്കും. കാര്യം അവർക്കൊരു സർപ്രൈസിങ് ആയിട്ട് ഇരിക്കട്ടെ. കാര്യം അവർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴായിരിക്കണം അവർ കാണണം, അപ്പോഴല്ലേ അവർക്ക് നല്ല സന്തോഷം കിട്ടും. അപ്പം ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം വേണം എനിക്കിനി ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ ഓരോ ദിവസവും ഓരോ വെറൈറ്റി ഫുഡൊക്കെ കൊടുത്ത് വിടണമെന്നാണ് ഇപ്പം എൻ്റെ ഒരു മീൽ പ്ലാൻ അനുസരിച്ചിട്ട് അങ്ങനെയാണ്. എത്രത്തോളം വർക്കാവും എന്ന് എനിക്കറിയില്ല. കാര്യം ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ കുറേ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ അതുപോലെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. പിന്നെ കുറേ കഴിയുമ്പോഴത്തേക്കും എല്ലാ അമ്മമാരെ പോലെ എല്ലാ ദിവസവും എന്ത് കൊടുത്തു വിടും എന്നുള്ളൊരു ആശയക്കുഴപ്പം വരും. അപ്പം ആദ്യമായതുകൊണ്ടാണ് എനിക്ക് ഇത്ര എക്സൈറ്റ്മെന്റ് ഒക്കെ ഉള്ളത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് കൊടുക്കാനുള്ള ഫുഡിന്റെ മെനൂസ് ഒക്കെ കുറഞ്ഞു വരും. അപ്പം ഞാനിപ്പം ലെമൺ റൈസ് ആണ് മക്കൾക്ക് ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് കൊടുത്തു വിടുന്നത്. അപ്പം ലെമൺ റൈസ് ഞാനിവിടെ കുക്കാക്കി വെച്ചിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി തന്നെ ഞാൻ പാത്രത്തിലോട്ട് സെർവ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പം അവർക്ക് കുഞ്ഞ് റൈസ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ചോറും കറികളൊന്നും ഇപ്പം ആദ്യത്തെ ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ. ഇപ്പം സ്കൂളിൽ പോകും ഫസ്റ്റ് 2 days അല്ലേ ആവുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിപ്പം കറിയുമായിട്ടോ അങ്ങനെ മിക്സ് ചെയ്യുന്ന ചോറൊന്നും അങ്ങനെ കൊടുക്കുന്നില്ല. ഇതുപോലെ ഫ്രൈഡ് റൈസും ലെമൺ റൈസ് അങ്ങനത്തെ പോലത്തെ ഫുഡുകളാണ് ഞാനിപ്പോൾ കൊടുത്തു വിടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം പിന്നെ കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സോയ ഞാനിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമ്മൾ ലെമൺ റൈസിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് സോയ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാനത് ഫ്രൈ ചെയ്തിട്ട് അത് നമുക്ക് ഈ റൈസിലോട്ട് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് അവർക്ക് കഴിക്കാൻ നല്ല എളുപ്പം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അതും ഒന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്ക് പാത്രം വെച്ച് അടച്ചു കൊടുക്കുക. അപ്പോൾ ഈ ചൂടോടെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ചൂട് പാത്രത്തിൽ തങ്ങി നിൽക്കുമല്ലോ. ഇനി നമുക്ക് ഒരു സ്വീറ്റ് ആയിട്ട് ഞാൻ ഡേറ്റ്സ് വെച്ച് കൊടുക്കുന്നു. 2 പേർക്കും ഡേറ്റ്സും വെച്ച് കൊടുക്കുന്നു. അതിൻ്റെ അകത്ത് ഒരു ചെറിയ കാഷ്യൂസും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്പൂണ് വെച്ച് കൊടുക്കുന്നുണ്ട്. സ്കൂളിൽ സ്പൂണ് കൊണ്ട് ചിലവിടെ നിർബന്ധമാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഇനി ലഞ്ച് ബോക്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് ഇനി ബാഗിലോട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പം ഇനി ഇതുപോലെ ഒരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.